ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരാജയത്തിൽ നിന്നും വിജയമാക്കുന്നതായ ക്രിസ്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതൽ 14 വരെയുള്ളതായ വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിരുന്നവർ പഴയ പണിയിലേക്ക് പോകുന്നതായ സംഭവമാണ് നമ്മളോട് കാണുന്നത്. മീൻപിടുത്തമായിരുന്നു അവരുടെ തൊഴിൽ. അവർ മീൻപിടുത്തത്തിലേക്ക് പോയി. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാതെ നിരാശ നിറഞ്ഞതായ സാഹചര്യം അവരുടെ ജീവിതത്തിലുണ്ടായി. യേശു കരയിൽ വന്ന് എന്നിട്ട് കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? നാഥാ, ഞങ്ങൾ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല എന്ന് പറഞ്ഞു. നിരാശ നിറഞ്ഞതായ പ്രതികരണം, അറിവും അനുഭവപരിചയവും ഫലപ്രാപ്തിയിലെത്താത്ത നിരാശ നിറഞ്ഞതായ പ്രതികരണമാണ്. ദൈവത്തെ കൂടാതെയുള്ള അധ്വാനമൊക്കെ നിരാശ മാത്രമാണ് നമുക്ക് നൽകുന്നത്. ദൈവത്തിൽ ആശ്രയിച്ചുള്ളതായ, ദൈവത്തിൽ വിശ്വസിച്ചുള്ളതായ, ദൈവത്തോട് ചേർന്നുള്ളതായ പരിശ്രമം മാത്രമേ വിജയത്തിലേക്ക് നയിക്കത്തുള്ളൂ എന്ന് നാം വിശ്വസിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരോട് പറയുന്നത് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്നുള്ളതാണ്. നിരാശ നിറഞ്ഞ പ്രതികരണമാണ്. ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും ലഭിച്ചില്ല എന്നുള്ളതാണ്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മീൻ വല എവിടെ വീശിയാൽ കിട്ടും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ അറിവും അനുഭവപരിചയവും ഉള്ളവരാണ്. എന്നാൽ അവരുടെ അറിവും അനുഭവപരിചയവും അവരെ ഫലപ്രാപ്തിയിലേക്ക് നയിച്ചില്ല എന്നുള്ളതാണ്. യേശു ക്രിസ്തുവിലൂടെയുള്ളതായ ആ സ്നേഹബന്ധം ശിഷ്യന്മാർക്ക് നഷ്ടപ്പെടുത്തി കളയാതെ ആ യേശുവിനോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവർ അവർ പഴയ പണിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതാണ് അവരെ പരാജയത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് ഓർക്കുക. ദൈവവിളി എന്നുള്ളത് ദൈവത്തിന് വേണ്ടി മനുഷ്യരെ പിടിക്കുവാനുള്ള വിളിയാണ് എന്ന് ഓർക്കണം. അത് പഴയ പണിയിലേക്ക് പോകുവാനുള്ള വിളിയല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവവിളി എന്താണെന്ന് തിരിച്ചറിയുകയും ആ വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഇതാ ശിഷ്യന്മാർ പഴയ പണിയിലേക്ക് പോയപ്പോൾ അവർക്ക് പരാജയം സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിലും പരാജയത്തെ വിജയമാക്കുവാൻ യേശു ക്രിസ്തുവിൽ ആശ്രയിക്കണം എന്നുള്ളതാണ്. ഒന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മളെ പഠിപ്പിക്കുന്നത് തേടി വരുന്നതായ യേശു ക്രിസ്തുവിനെയാണ്. തേടി വരുന്നതായ യേശു ക്രിസ്തു, ആ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ തേടി വരികയാണ് ചെയ്യുന്നത്. അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അവരെ തേടി വന്ന് സ്നേഹത്തോടെ വിളിക്കുകയാണ് കുഞ്ഞുങ്ങളെ എന്നുള്ളത്. തേടി വരുന്ന കർത്താവ്. ഉൽപ്പത്തി പുസ്തകം 3-4 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചാൽ ആദാമേ നീ എവിടെയെന്ന് വിളിക്കുന്ന ദൈവം, കയ്യിനോട് ചോദിക്കുന്ന സഹോദരനായ ഹാബേൽ എവിടെയെന്ന് ചോദിക്കുന്ന ശബ്ദം, ഇവിടെയെല്ലാം ദൈവശബ്ദം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശബ്ദം എപ്പോഴും അന്വേഷിച്ച് വരുന്നതാണ്, തേടി വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ശക്തിപ്പെടുത്തുന്നതാണ് എന്നുള്ളതാണ്. ശക്തിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അവർ കനലിന്മേൽ ചുട്ട അടയും അപ്പവും അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം കൊടുക്കുന്നു, മീൻ കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് കൊടുത്ത് അവരെ ശാരീരികമായ ക്ഷീണത്തിൽ നിന്നും വിടുവിക്കുന്നു എന്നുള്ളതാണ്. കനലിന്മേൽ ചുട്ട അടയും മീനും അവർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ശക്തി സംഭരിക്കുവാൻ കർത്താവ് അവർക്ക് വിഭവങ്ങൾ ഒരുക്കി, വിരുന്നൊരുക്കി കൊടുക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് അനുഗ്രഹിക്കുന്നതായ യേശു കർത്താവ്. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പരാജയത്തെ വിജയമാക്കി അവർ പ്രതീക്ഷിച്ചതിനും സ്വപ്നം കണ്ടതിനും അപ്പുറമായി നന്മ കാണുവാൻ അവർക്കിടയായി തീർന്നവർ. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നന്മ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നന്മ കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അനുഗ്രഹം കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കാൻ മതിയായ ദൈവമാണ്. ഇന്നേത് അവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന വ്യക്തിയാണ് എങ്കിലും ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം മതിയായവനാണെന്ന് വിശ്വസിക്കുക. കർത്താവിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം. ഈ ശിഷ്യന്മാരുടെ പരാജയത്തെ വിജയമാക്കിയതായ ദൈവം, ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് ഒന്നും ലഭിക്കാത്തതായ നിരാശ നിറഞ്ഞ സാഹചര്യത്തെ സന്തോഷം നിറഞ്ഞ സാഹചര്യമാക്കി മാറ്റിയതായ ദൈവം നമ്മുടെ ദൈവമാണ്. ആ ദൈവം നമ്മളെ വിളിച്ചാൽ കേൾക്കുന്ന ദൈവമാണ്. ആ ദൈവം നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്ന ദൈവമാണ്. ഇന്നൊരു പക്ഷേ കടഭാരത്താൽ ഭാരപ്പെടുന്നവരായിരിക്കാം, ജോലിയില്ലാതെ വിഷമിക്കുന്നവരായിരിക്കാം, ഭവനമില്ലാതെ വിഷമിക്കുന്നവരായിരിക്കാം, രോഗത്താൽ ഭാരപ്പെടുന്നവരായിരിക്കാം, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ വിഷമിക്കുന്നവരായിരിക്കാം. ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമായി തീരുകയാണ്. കർത്താവ് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? യേശു അവരുടെ അവസ്ഥയറിഞ്ഞ് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. കൂട്ടുവാൻ വല്ലതുമുണ്ടോ? യേശു അവരുടെ അവസ്ഥയറിഞ്ഞ് പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്.
ഇന്ന് ഈ വചനം കേൾക്കുന്ന വ്യക്തി ആരായിരുന്നാലും അവരുടെ ജീവിതത്തിൽ ദൈവവചനം ഇടപെടുന്ന വചനമാണ് എന്നുള്ളതാണ്. അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അനുസരിച്ചാൽ നിശ്ചയമായും അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അനുസരിച്ചാൽ നിശ്ചയമായും അനുഗ്രഹിക്കും എന്നുള്ളതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കാം. ഒരു പുതിയ സൃഷ്ടിയാകുവാൻ ദൈവകരങ്ങൾ നമ്മളെ തന്നെ സമർപ്പിക്കാം. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ എന്നെ ബലപ്പെടുത്തുന്ന, എന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടല്ലോ എന്നുള്ളതാണ്. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ ദൈവത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. കർത്താവേ, എന്നെ അനുഗ്രഹിക്കണമേ, എനിക്ക് നന്മകൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുറവുകൾ കണക്കിടാതെ എനിക്ക് നന്മകൾ നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന് അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവം, അത്ഭുതം പ്രവർത്തിക്കും ദൈവം. ഒരു മീൻ പോലും ലഭിക്കാത്ത സാഹചര്യത്തിൽ പെരുത്ത മീൻകൂട്ടം ലഭിച്ചതായ അത്ഭുതമാണ് അവിടെ കാണുന്നത്. ജീവിതം ഒരു അത്ഭുതമാക്കി തീർക്കുവാൻ ദൈവത്തിന് സാധിക്കും. ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ, ഏൽപ്പിച്ചു കൊടുക്കുക ദൈവത്തിൻ്റെ കരങ്ങളിൽ. ജീവിതം ഒരു അത്ഭുതമാക്കി തീർക്കും എന്നുള്ളതാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ദിവസം നല്ല നിമിഷത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ട മക്കളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, അവർ അനുഭവിക്കുന്ന ഏത് പ്രയാസങ്ങളാണെങ്കിലും ദൈവമായ കർത്താവ് വിടുവിക്കണമെന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, കടഭാരത്താൽ ഭാരപ്പെടുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, ഭവനമില്ലാതെ വിഷമിക്കുന്നവർ, മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളാൽ ഭാരപ്പെടുന്നവർ, കർത്താവെ വിടുവിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമേ, അത്ഭുതം പ്രവർത്തിക്കണമേ, അതിശയം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ ഒരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും ലഭിക്കാത്ത സാഹചര്യത്തിൽ യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതിശയം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ലല്ലോ കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമേ, അവിടുന്ന് കരുണ ചെയ്യണമേ, മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഈ വചനം കേട്ട എല്ലാ വ്യക്തികളുടെയും ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായി അവരുടെ ജീവിതം ഒരു അത്ഭുത വിഷയമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. കുറവുകളൊക്കെ ക്ഷമിക്കണം, മാനമോഹത്വം എടുക്കണം. യേശുവിൻ്റെ തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവായ ശംസികാരുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധരുടെ സംബന്ധ സുവാസവും വാഴ്വുകളും ഈ വചനം കേട്ട എല്ലാ മക്കളോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.